തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രാവശ്യം ഏതാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ റിസ്ക് എടുത്തിട്ട് 1000 കോടി രൂപയാണ് തൊഴിലുറപ്പിന് വേണ്ടി മാറ്റിവെച്ചത്. കാരണം ഇത് മൊത്തം സെൻട്രൽ കൊടുക്കേണ്ടതാണ്, കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലക്ഷക്കണക്കിന് തൊഴിലാളി വർക്ക് ചെയ്യുന്ന 8 കോടി 9 കോടി തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നൊരു മേഖലയിൽ ഒറ്റയടിക്ക് അവരില്ലാതെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ വല്ലാതെ ദാരിദ്ര്യം വരും. കേരളം പോലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പട്ടിണിയും മരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നല്ലേ ഞങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് 1000 കോടി രൂപയാണ് അധികമായിട്ട് അതിന് വെച്ചത്. ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വെച്ച 1000 രൂപ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാ മേഖലയിലും പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ അത് സാധാരണ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെൻറ്ററിൻ്റെ ആ നയത്തിന് ശേഷം ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഇപ്പം ആശ, അംഗൻവാടി, പിന്നെ മറ്റ് പ്രീ പ്രൈമറി, സ്കൂൾ പാചക തൊഴിലാളി, സാക്ഷരതാ പ്രേരകർ, ഇങ്ങനെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നേരത്തെ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മളൊരു കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ബഡ്ജറ്റിലൊരു പരിഷ്കരണം കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ മാസം മുതലാണ് വീണ്ടും ഒരു പരിഷ്കരണം കൊടുത്തത്. ഇപ്പോൾ ആ സെക്ഷനെല്ലാം വീണ്ടും ഒരു പരിഷ്കരണം കൂടി കൊടുത്തു. കാരണം പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കേണ്ടതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ കൂട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ സ്കീം വർക്കേഴ്സിന് 12 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടണമെന്നാണ്. ഏതായാലും അത് വന്നിട്ടില്ല. നമ്മളെന്തായാലും അതിന് അത്രയും പണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ മേഖലയിലെല്ലാം പിന്നീട് ക്യാൻസർ പെൻഷൻ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ലോങ് പെൻഡിങ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും പറയുന്നതായിരുന്നു. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ് അതുപോലുള്ള കാര്യങ്ങളിലുള്ള ഇത് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞാലൊരു പ്രധാനപ്പെട്ട അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലൊക്കെ നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. നമ്മുടെ ഇന്ന് നഗരങ്ങൾ വൃത്തിയായി കിടക്കുന്നു, ഗ്രാമങ്ങൾ വൃത്തിയായി കിടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നേരത്തെ മറ്റു ചില മേഖലയിൽ നടത്തിയിട്ടുണ്ട്. ഡെത്ത്, അത്യാവശ്യം അതുപോലുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, ഒരു കൈത്താങ്ങാവുന്നൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അത് പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ. അതെന്ന് വെച്ചാൽ ഏറ്റവും അസംഘടിതമായ, ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെന്ന നിലയിൽ പ്രത്യേക ചില പരിഗണന കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും കൊടുക്കേണ്ടതാണ്. കുടുംബശ്രീയിലേക്ക് വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നു, സ്വന്തമായിട്ട് മിക്കവാറും ആളുകൾ സ്വന്തമായിട്ട് വണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചാളുകൾ പിന്നെ ജോലിക്ക് കൂടുന്നുണ്ട്. മഹാഭൂരിപക്ഷം സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പെട്രോൾ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അതിനൊരു പോളിസി എന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ 40,000 രൂപ വരെ കൊടുക്കുന്നൊരു സ്കീം അനൗൺസ് ചെയ്തത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.